ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ച് യു എയിലേക്ക് വരുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വ്ളോഗാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്ളോഗ് മെയിൻ ഞാൻ ചെയ്യാൻ കാരണം നമുക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷൻസും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും യാത്ര പോകുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ അത് മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മളെ ഓരോരോ ഇഷ്യൂസൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ കുറേ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നാട്ടിൽ പോയിട്ട് എന്ത് റെസിപ്പി വീഡിയോസോ ഉമ്മാൻ്റെ സ്പെഷ്യലൊന്നും കാണാനെന്നും ചോദിച്ചിട്ട്. ഉമ്മാൻ്റെ സ്പെഷ്യലും റെസിപ്പി വീഡിയോസും ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിലൊരു തിരക്കുള്ള ദിവസങ്ങളേനും ആ ഒരു 40 ഡേയ്സ് എന്ന് പറയുന്നത്. ഒരു മാസത്തിന് മുകളിൽ നമ്മൾ നിന്നിട്ടുണ്ടായിന്. പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, മൊത്തം തിരക്ക്, ഒട്ടും റെസ്റ്റില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജോലിനെ മറന്നിട്ട് നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ 8ൻ്റെ പണി കിട്ടും. പക്ഷെ എൻജോയ് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യണം. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊക്കെ പറ്റിപ്പോയി, കുറേ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഉഷാറാക്കാം കേട്ടോ. ഇവിടെ എത്തിയല്ലോ, ഇനി ഇവിടെ നിന്ന് ഉഷാറാക്കാം. അതുപോലെ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഷുമ്മുൻ്റെ വീട്ടിലായിരുന്നു ഫുഡ്. കാരണം നമ്മൾ നാളെ പോവുമല്ലോ, അപ്പോൾ ഷുമ്മ പറഞ്ഞ് ഇന്ന് എല്ലാവരും കൂടി ഒന്നിച്ച് ഇവിടുന്ന് അങ്ങനെ കഴിക്കാന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഷുമ്മുൻ്റെ അനിയന് ഒമാനിലൊരു അനിയനുണ്ട്. അപ്പോൾ അവനും കൂടി സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഈവനിങ്. അപ്പോൾ അവനെ നമുക്കങ്ങനെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ, അവൻ ഒമാനിലാണ്. ബാക്കി എല്ലാ ഏട്ടനും അനിയന്മാരെല്ലാം ദുബായിൽ തന്നെയാണ്, ഷാർജയിലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്ക് എല്ലാവരെയും കാണാൻ പറ്റും. ഇവനത് അങ്ങനെ കാണാനേ പറ്റില്ല. അങ്ങനെ നമ്മൾ പോകുന്നത് കൊണ്ട് ഇവൻ ഇന്നേക്ക് തലേ ദിവസം തന്നെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെയൊക്കെ ഇരുന്ന് എല്ലാവരും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പൊതുവേ അറിയാമല്ലോ, പ്രവാസി പെട്ടി പൊട്ടിക്കലുണ്ടാവുമല്ലോ. അപ്പോൾ അവൻ വന്ന പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞ് അതും കൂടി കഴിഞ്ഞിട്ട് പോടുന്ന് പറഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികൾ പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, ഭയങ്കര ഹാപ്പി. പിന്നെ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്ത് വലുതാണെങ്കിൽ എന്ത് ചെറുതാണെങ്കിൽ ആ ഒരു പെട്ടി പൊട്ടിക്കുന്ന ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. ഓരോ ആൾക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിടിച്ച് നല്ല ലേറ്റ് ആയിട്ടെ, ഏകദേശം 1:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോകുന്ന സമയത്ത് ലിയൂസിൻ്റെ ക്ലാസ് കാര്യങ്ങളിലും എക്സ്ട്രാ മിസ്സാകുന്നില്ലേ, അപ്പോൾ നാട്ടിൽ ട്യൂഷൻ അയക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ യു എയിലുള്ളവരും ഞാൻ തോന്നുന്നു കൂടുതൽ അയച്ചിട്ടുണ്ടായത്. അപ്പോൾ ലിയൂസിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ആൽബർട്ടോ ദ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ ഓൺലൈൻ ട്യൂഷനില്ലേ, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ അവളെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ള സമയത്തേ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഓക്കെ ആണോ ഒരു 2 ആഴ്ചൻ്റെ മേലെ ക്ലാസ്സൊക്കെ ഓക്കെ ആണോ നോക്കിയിട്ട് നാട്ടിൽ ലീവിന് പോവുക ചെയ്തത്. കാരണം ഓക്കെയാണ്, പിന്നെ നാട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാമല്ലോ, ഓൺലൈനാണല്ലോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിക്കുക കേട്ടോ. നല്ല ട്യൂഷനാണേ. 7, 8, 9, 10. Then I let it go again. അപ്പോൾ ലീവ്സ് എത്ര ഹാപ്പി ആയിട്ട് ഈ ഒരു ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ആൽബിഡോ ദ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്ന ഓൺലൈൻ ട്യൂഷനാണ് ഏട്ടാ. അതായത് ഇവരുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1-to-1 ടീച്ചിങ് ആണ്, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ ഞാൻ പൊതുവേ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തും ഷെയർ ചെയ്യുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതെനിക്ക് സക്സസ് ആണെങ്കിൽ മാത്രമല്ല ഷെയർ ചെയ്യുള്ളൂ. അപ്പോൾ ലീവ്സിനെ ഞാൻ ഈ നാട്ടിൽ പോകുന്ന പ്രമാണിച്ചിട്ട് ഇങ്ങനെ ചേർത്തി ഏകദേശം ഒരു 20 ദിവസം കൊണ്ട് തന്നെ നല്ല ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് ധൈര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവൾക്ക് കുറച്ചുകൂടി ഒന്നുകൂടി എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആവാനും മറ്റുള്ളവരോട് ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ സംസാരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളും പൊതുവേ തന്നെ മൊത്തത്തിലൊക്കെ ഒരു എല്ലാത്തിലും കോൺഫിഡൻറ്റ് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും മക്കളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ. എല്ലാ പാരൻസും എന്തെങ്കിലും ലൈറ്റ് തിരക്കുണ്ടാവും. അപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുക, ഞാൻ ഇപ്പോൾ ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫുൾ ടൈം തിരക്കായിരിക്കും, അങ്ങനെ ഫ്രീ ടൈമൊന്നും കിട്ടാറില്ല. അപ്പോൾ ലീവ്സിന് ഞാൻ മെയിൻ ആൽബർട്ടോ ദ എഡ്യൂക്കേറ്ററിൽ ചേർക്കാൻ കാരണം തന്നെ ഇതാണ്, മൊത്തത്തിൽ ബിസിയായി പോകും. പിന്നെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ പോകുമ്പോൾ ഒന്നുകൂടി ബിസിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം അറിയാലോ, നാട്ടിൽ നമ്മൾ വല്ലപ്പോഴും പോകുന്നതാണ്, കൂടുതൽ എൻജോയ് ചെയ്യാനല്ലേ നമ്മൾ നോക്കുക, അതിൻ്റെ കൂടെ നമ്മൾ വർക്കും ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ തന്നെ ഉള്ള സമയത്ത് തൊട്ടിട്ട് ഇങ്ങനെ ചേർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉപകാരപ്പെടുമല്ലോ. വെറും കളിയും ചിരിയായിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റഡീസൊക്കെ മൊത്തത്തിൽ താറുമാറാകും. അതുകൊണ്ട് ഈ ഒരു ആൽബിഡോയിൽ ചേർത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നല്ല ചേഞ്ചസ് അവൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലും ഓൺലൈൻ ആണല്ലോ, അപ്പോൾ എവിടെ നിന്നിട്ട് നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ തിരിച്ച് വരുന്നവരെ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ആൽബിഡോ എഡ്യൂക്കേറ്ററിൽ തന്നെ ചേർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അതായത് അഡ്മിഷൻ സമയത്ത് തന്നെ
പ്രോപ്പറായിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ട് മാത്രമേ ഇവർ ട്യൂഷന് നമുക്ക് എടുക്കുന്നുള്ളൂ. അതായത് മക്കൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് അതൊക്കെ പ്രോപ്പറായിട്ട് ഇവർ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ കുട്ടിക്ക് 1-to-1 ടീച്ചിങ് ആണല്ലോ. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പേഴ്സണൽ മെൻ്റൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവർ മെയിൻ KG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഹിന്ദി ഇങ്ങനത്തെ സബ്ജക്റ്റിലൊക്കെ പ്രത്യേക ഫൗണ്ടേഷൻ കോഴ്സ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ മക്കളും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലെങ്കിലും കുറച്ചൊന്ന് വീക്കായിരിക്കും അല്ലേ, കുറച്ചൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ അതിന് മാത്രമായിട്ട് പ്രത്യേകതരം ട്യൂഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇവർ ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് എല്ലാതും മനസ്സിലാവും, മക്കൾ ഏത് സബ്ജക്റ്റിലാണ് വീക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം മനസ്സിലാവും. പിന്നെ ഇവർ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് പൊതുവെ കൂടുതലായിട്ടും റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എപ്പോഴും അത് മെമ്മറിയിൽ നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് എല്ലാതും ക്യാച്ച് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുകയും ചെയ്യും കേട്ടോ. അതൊക്കെ എനിക്ക് നല്ല ഗുഡ് ക്വാളിറ്റി ആയിട്ട് ഇവരുടെ ആൽബർട്ടോ ദ എഡ്യൂക്കേറ്ററിൻ്റെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഓൺലൈൻ ട്യൂഷൻസൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മറ്റുള്ളതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് എനിക്ക് വരുന്നത് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർ എല്ലാ സിലബസിലേക്കുള്ള ട്യൂഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റേറ്റ്, CBSE, ICSE അങ്ങനെ എല്ലാ സിലബസിലേക്കുള്ളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഇവരുടെ കൺസെപ്റ്റാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം 1-to-1 ടീച്ചിങ് കൺസെപ്റ്റാണല്ലോ. അതുകൊണ്ട് തന്നെ ലിയോസും മോളും മാമും മാത്രമേ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നല്ല ചില്ലായിട്ടായിരിക്കും ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ബോറടിക്കുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ. സാധാരണ രീതിയിലാകുമ്പോൾ കുറേ കുട്ടികളൊക്കെ ടീച്ചേഴ്സിന് നോക്കേണ്ടി വരുമല്ലോ. ഇത് ഇവളെ മാത്രം നോക്കിയാൽ മതി. ലിയോസിൻ്റെ ടേസ്റ്റിനനുസരിച്ച് മാത്രമേ ടീച്ചർ ക്ലാസ് എടുക്കുകയുള്ളൂ. പാട്ടുപാടിയും കളിച്ചും ചിരിച്ചും ഒക്കെ രസിച്ചുകൊണ്ടുള്ള ക്ലാസ്സസാണ്. അതുകൊണ്ട് നല്ല പേഴ്സണലി അവൾ നല്ല ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലുമൊക്കെ പേരൻസൊക്കെ ട്യൂഷൻസൊക്കെ നല്ലത് ഏതാണെന്ന് തപ്പി നടക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആൽബർട്ടോ ദ എഡ്യൂക്കേറ്റർ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ തരും കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലെത്തുന്ന സമയത്ത് ഉമ്മയും ഉപ്പയും നാളെ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ, അനിയത്തിക്കൊക്കെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, ഫുഡ് ഐറ്റംസ്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം നല്ല ലേറ്റായി. ഉമ്മ പറഞ്ഞു എന്നാലും സാരമില്ല, കുറച്ച് മെനക്കെട്ടുള്ള പണിയെല്ലാം രാത്രി തന്നെ ഉറങ്ങാതെ ചെയ്തിറങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ നമുക്ക് രാവിലെ തൊട്ട് എന്തായാലും ഫുൾ ഗസ്റ്റ് തന്നെ ആയിരിക്കും. ഓരോരാളായിട്ട് നമ്മൾ പോകുന്നതുകൊണ്ട് വരികയൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യണമല്ലോ, അവരുമായിട്ട് സംസാരിച്ചിരിക്കുക എല്ലാം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഓടിക്കഴിഞ്ഞാൽ ഇതൊന്നും നടക്കുകയില്ല, അതും നടക്കില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു മെനക്കെട്ടുള്ള പണിയെല്ലാം അവിടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ബീഫൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ പരിപാടി മാത്രം രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര പണിയില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ രാവിലത്തെ ഫുഡും പരിപാടിയെല്ലാം നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നല്ല ലേറ്റായി കേട്ടോ. ഗുംട്ടിക്ക് നിന്ന് വന്ന്, അതായത് ജമ്മുവിൻ്റെ വീട്ടിൽ നിന്ന് വന്ന് എന്നിട്ട് ഏകദേശം പുലർച്ചെ ആ ഒരു ടൈമായിട്ട് ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉറങ്ങാതെ ചെയ്യുന്നില്ല, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അപ്പോൾ ഉമ്മയും ഉപ്പയും തന്നെ ഏകദേശം എല്ലാം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, എല്ലാം ഇവിടെ നിന്ന് കഴിച്ചല്ലോ, ഇപ്പം കുറേ ഈ നാട്ടിൽ നിന്നിട്ട്. പക്ഷേ സെലുവില്ല, എൻ്റെ അനിയത്തി അങ്ങ് ഉണ്ടല്ലോ ദുബൈയിൽ. ഓൾക്ക് എന്തായാലും കൊടുത്തു വിടുമ്പോൾ ഉമ്മ പറഞ്ഞു ഓൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ എനിക്ക് തരാണ്ടിരിക്കുക. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഉപ്പമാരായാലും മക്കൾക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എല്ലാ മക്കൾക്കും ഒരുപോലെ കൊടുക്കാനല്ല അവർ മാക്സിമം നോക്കുക. അപ്പോൾ എനിക്കുള്ളതും ഉമ്മ കിട്ടുന്നുണ്ട്. അങ്ങനെ ഉപ്പയും ഉമ്മേൻ്റെ ഏകദേശം എല്ലാ പാക്കിങ്ങും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോൻ്റെ പാർട്ട് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പാവം രണ്ടാളും ഉറങ്ങാതെ എന്നെയും വെയിറ്റ് ചെയ്ത് ഗുംട്ടിക്കുന്ന വരുന്നവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും തന്നെ എല്ലാതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാവിലെ ആയി കേട്ടാ. നമ്മളങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാനും ജമ്മു ഒന്നും ഉമ്മയും ഉപ്പയും ഒന്നും ഉറങ്ങിയിട്ടില്ല. ഒരു കുറച്ച് സമയം ഒന്ന് തല വെച്ച് കുറച്ചൊന്ന് എന്താ പറയുക റെസ്റ്റ് എന്ന് പറയുമല്ലോ, ഒരു 1-2 മണിക്കൂർ. അങ്ങനെ മാത്രം ഒന്ന് കിടന്നിട്ട് ഇങ്ങനെ എണീറ്റ് കേട്ടാ. എന്നിട്ട് രാവിലെ പാക്കിങ് തുടങ്ങി. അപ്പോൾ ഉമ്മ മുളക് പൊടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു എനിക്ക് വേണ്ടുന്നത് എത്രയാണെന്ന് നോക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ വെച്ചതെന്നുള്ളതിൽ അതൊക്കെ ഞാൻ അവിടുന്ന് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ എൻ്റെ വലിയ കാരണവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് മൊയ്തുക്കാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഓരോരോ ഗസ്റ്റുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം കയ്യിൽ ഫോൺ ഉണ്ടോ ആ സമയത്തൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഓരോ ക്ലിപ്പ് എടുക്കുക എന്നല്ലാണ്ട് അത്ര തന്നെ. പിന്നെ അതിനിടയിൽ എൻ്റെ തറവാട്ടിൽ നിന്ന് എല്ലാവരും വന്നു കേട്ടോ, അമ്മായിമാരും മക്കളും എല്ലാവരും വന്ന്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ ഓരോ ആളായിട്ട് വരിക പോവുക അതൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഇന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ജമ്മുവിൻ്റെ വീട്ടിലേക്ക് പോകും കേട്ടോ. അതായത് എന്നിട്ട് വൈകുന്നേരം എയർപോർട്ടിലേക്ക് അവിടെ നിന്ന് വരും. അവരെല്ലാവരും ഫാമിലിയായിട്ട് അങ്ങ് വരും, നമ്മളെ ഫാമിലി എല്ലാവരുമായിട്ട് ഇവിടെ നിന്നും പോകും.
അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന ഇടയിൽ സെലു ഇല്ലേ എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ വന്നിരുന്നേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുമായിട്ട് കുറച്ച് സംസാരിച്ചിരുന്നു. അവർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. അവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നതാന്ന് പറഞ്ഞിട്ട് ഭക്ഷണത്തിനൊന്നും നിന്നില്ല, ജ്യൂസും കുടിച്ചിട്ട് അങ്ങനെ പോയി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതാ മുകളിൽ കയറിയിട്ട് എല്ലാ ഡ്രസ്സും പടപടേന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കില്ല, എന്താ പറയുക, നമ്മൾ സ്പീഡായിട്ട് എടുത്ത് വെക്കാമെന്ന് പറയും കേട്ടോ. അങ്ങനെ ചെയ്യലേനും കാരണം ഒട്ടും സമയമില്ലടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ വരവ് എല്ലാതും മുതലായിന്, പക്ഷെ നമുക്ക് റെസ്റ്റ് എന്നുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. ഫുള്ള് ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പാക്കിങ് ഒന്നും കഴിഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ ഇതാ ഷമ്മു ഇവിടുന്ന് യാത്ര ചെയ്ത് ചോദിച്ചിട്ട് പോവാണ് കേട്ടോ ഉമ്മാനോടും എല്ലാവരോടും. അതിന് ഷമ്മു അവിടുന്ന് എയർപോർട്ടിലേക്ക് ഗുംട്ടിക്കുന്ന എല്ലാവരെയും കൂട്ടിയിട്ട് അങ്ങനെ എയർപോർട്ടിൽ വരും. ഞാൻ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ. ഷമ്മു അവിടുന്ന് വിട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ ഏകദേശം ഞാനിങ്ങനെ അതിൻ്റെ സൈഡിൽ എടുത്ത് വെക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തെല്ലോ തിരക്കേനും കേട്ടോ. അങ്ങനെ ഷമ്മു ഇതാ ഇവിടുന്ന് പോയി. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് റെഡിയായി എല്ലാം സെറ്റാക്കി ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങലാണേ. അപ്പോൾ ഷമ്മു പോയതിന് ശേഷം ഇതാ ഞാൻ ബീഫൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അമ്മായിയും ഉപ്പയും എല്ലാവരും കൂടിയിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടില്ല പിറ്റത്തെ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായത് എന്നുള്ളത്. അപ്പോൾ ബീഫ് പിന്നെ ഞാൻ പൊതുവെ പുഴുങ്ങിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകാറ്. പുഴുങ്ങിയിട്ടാകുമ്പോൾ നമുക്ക് എന്തും ഓപ്ഷൻ ഉണ്ടല്ലോ, എന്തും ഉണ്ടാക്കാം. മുളകും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സംഭവം അത് ഞാൻ വേറെ തന്നെ ഒരു റെസിപ്പി ആയിട്ട് കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ ഉമ്മാൻ്റെ മൂത്തമ്മ കാച്ച വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അനാസ് എൻ്റെ ഉപ്പയത്താൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ആളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഫോൺ ഉണ്ടാവില്ല, എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് എനിക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങനെ എടുത്തതാണേ. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ്. അപ്പോൾ ഇതാ ചോറ് വിളമ്പാൻ പോവാണ്. അപ്പോൾ ഇതാ ലേഡീസ് എല്ലാം കിച്ചണിൽ നല്ല തകൃതിയായിട്ടുള്ള ഓരോരോ തിരക്കിലാണ്. ഞാൻ പിന്നെ ഇന്ന് ഫ്രീ ആണല്ലോ, നമ്മൾ പോകുന്നതല്ല, അതിൻ്റെ പരിഗണന എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ പക്ഷെ നല്ല എന്താ പറയുക, ഇപ്പോൾ ചിരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാനിവിടെ യു എയിൽ തിരിച്ചെത്തി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനേ ഒരു മൂഡ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്ന പാടെ എല്ലാവർക്കും അറിയാമല്ലോ, അത്രയും ഒരു ടെൻഷനും വിഷമമൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ ആ ടെൻഷനെല്ലാം മാറി ഏകദേശം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ ബാച്ചായിട്ട് ചോറ് വയ്ക്കലെല്ലാം കഴിഞ്ഞ് കേട്ടോ. അതിനിടയിൽ പെട്ടി ലാസ്റ്റ് വട്ട പാക്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷമ്മു പോയിട്ട് വീണ്ടും തിരിച്ചു വന്ന് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് എന്തായിരുന്നു, പെട്ടിൻ്റെ ലോക്ക് ഷമ്മുവിൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഷമ്മു തന്നെ അത് കൊണ്ടുതരണം. അങ്ങനെ വന്നിട്ട് പിന്നെ പാക്ക് ചെയ്തിട്ട് കുറേ ലഗേജ് ഇവിടെ ആയിരുന്നു ഉള്ളത്. കൂടുതൽ ഷമ്മുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ആയിരുന്നു ഉള്ളത്. അപ്പോൾ ഷമ്മു പറഞ്ഞ കുറച്ച് ലഗേജ് നമ്മളെ വണ്ടിയിൽ അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷമ്മു വന്നായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു കോഡ് സെറ്റില്ല, ഇത് ഞാൻ ആനിവേഴ്സറിൻ്റെ അന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയൊക്കെ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. എലഗൻസ് കോച്ചർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല അഫോർഡബിൾ പ്രൈസിന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വൈസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഒരു സോഫ്റ്റ് റയോൺ മിക്സ് ടൈപ്പ് വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ കോഡ് സെറ്റ് അറിയാമല്ലോ എല്ലാവർക്കും, പാൻറ്റും ടോപ്പും ഒരേപോലത്തെ ഡിസൈന് വരുന്നത്. പിന്നെ ഇവരുടെ പേജിൽ നിന്ന് ഇവരുടെ പേജ് കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാതും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ ഇപ്പോൾ എടുത്തിട്ടില്ല, രണ്ടും നല്ല ഭംഗിയില്ല. ഈ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സും കോഡ് സെറ്റ്. ഇതാ ഞാനിപ്പോൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി ഞാൻ താഴെ മെൻഷൻ ചെയ്യാം.
അപ്പോൾ അതിനുശേഷം നമ്മളെ ഡ്രസ്സ് ചേഞ്ചിങ്ങും നിസ്കാരം കാര്യങ്ങൾ ചോറ് വയ്ക്കൽ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം അസറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ ആയ സമയത്ത് ഒരു ഉസ്താദിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ നമ്മൾ ജസ്റ്റ് യാത്ര പോയല്ലോ അപ്പോൾ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി ചായ കുടി എല്ലാതും കഴിഞ്ഞ് കേട്ടോ. നമ്മളിനി ഏകദേശം ഒരു 5 മണി എന്ന് പറഞ്ഞാൽ ഒരു 5:30 കഴിയുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം രാത്രി 8 മണിക്കാണ് ഫ്ലൈറ്റ്. പിന്നെ കണ്ണൂർ എയർപോർട്ടും കൂടിയല്ലേ. അതുകൊണ്ട് തന്നെ അടുത്ത് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറിനൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാൻ്റെ ഞാൻ പറഞ്ഞില്ല എൻ്റെ എല്ലാ റിലേറ്റീവ്സും ഇവിടെ അരിയത്തരിയത്ത ഉള്ളത് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ എല്ലാവരോടും യാത്ര ചോദിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വിഷമമുള്ളത്. അതിപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മളെല്ലാതും ഒരു ചിരിയിൽ ഒതുക്കിക്കൊണ്ട് ഇറങ്ങാമല്ലേ. ഉള്ളിലുള്ളതായിരിക്കും എന്താ പറഞ്ഞാൽ പുറത്ത് കാണാൻ പറ്റൂല, കാണിക്കാനും പറ്റൂല. മാക്സിമം ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കും. ചില സമയത്തുണ്ട് നമുക്കൊരു പൊട്ടിപ്പോക്ക്. അപ്പോൾ എന്താ ഉള്ളങ്ങ് പൊട്ടിപ്പോകുമെന്ന് പറയല്ലോ. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. മാക്സിമം എൻ്റേത് ഞാൻ പൊതുവെ എൻ്റെ എല്ലാ ഫീലിങ്സും ചിരിയിലൂടെ ഒതുക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. മാക്സിമം ചിരിക്കും. ഒട്ടും താങ്ങാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നെഞ്ച് പൊട്ടിപ്പൊളർന്നു പോകുമെന്ന് പറയില്ല, അതുപോലെ പുറത്തേക്ക് വരും. അത്ര തന്നെ. എൻ്റെ വിഷമങ്ങളായാലും എൻ്റെ വേദനകളായാലും എൻ്റെ എന്ത് അസുഖങ്ങളുണ്ടാകും എല്ലാത്തിലും ചിരിയാണ്. അതുകൊണ്ട് ആർക്കും എനിക്ക് എന്ത് വിഷമമുണ്ട് എന്നുള്ളത് പൊതുവെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാത്തിലും ഞാൻ ചിരിക്കും. അത് ആര് എന്ത് പറഞ്ഞാലും എല്ലാവരും ചിലപ്പോൾ എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പം എന്നെ ചീത്ത പറയുന്ന ആൾക്കാരുണ്ടാവും, വഴക്ക് പറയുന്ന ആൾക്കാരുണ്ടാവും, കലമ്പുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും അവരോടും ഞാൻ റിയാക്ട് ചെയ്യാൻ ചിരി മാത്രമാണ്. കാരണം നമ്മൾ തിരിച്ച് പറയാൻ ആളല്ലല്ലോ ഒന്നിട്ടും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓരോ യാത്രയിലും ഓരോ വിഷമങ്ങളുണ്ടാവും. നമ്മളെ ചിരിയിലൂടെ മാത്രം എല്ലാതും ഒതുക്കാനും ഞാൻ മാക്സിമം നോക്കാറ് കേട്ടോ. പിന്നെ ചില സമയത്ത് പറ്റില്ല, താങ്ങാൻ പറ്റാത്ത സമയം വരുമ്പോൾ അത് പുറത്ത് കരയും. പ്രത്യേകിച്ചും ഇതുപോലത്തെ യാത്രയിലൊക്കെയാണ് പുറത്ത് വിഷമങ്ങൾ താങ്ങാൻ കൂടുതൽ പറ്റൂല. അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. പിടിച്ച് നിൽക്കാൻ നോക്കിയാലും എയർപോർട്ടിൽ നിന്ന് ഉള്ളിൽ കയറുന്ന ആ ഒരു മൊമെൻറ്റിലെങ്ങും അത് പുറത്ത് വരും. അങ്ങനെയാണ്. പിന്നെ ഓരോന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണല്ലേ. അത്ര തന്നെ. അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ഇതാക്കാം. കാരണം വീട്ടുകാരും വേണം, ഹസ്ബൻഡും വേണം, രണ്ടും വേണം. രണ്ടിനും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഏതാണോ നമുക്ക് ആ സമയത്ത് പടച്ചോൻ തീരുമാനിച്ചതല്ലേ നടക്കുകയുള്ളൂ. അപ്പോൾ പടച്ചോൻ്റെ തീരുമാനം അതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുക അല്ലേ. അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ മുന്നിലായിട്ട് ഷൊമ്മു അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട്, അതുപോലെ തന്നെ ഷൊമ്മുവിൻ്റെ വീട്ടുകാരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുക. എന്താ പറയുക, മാക്സിമം ചിരിച്ചുകൊണ്ട് തന്നെ കയറാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് വട്ടം എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സാണല്ലോ, എപ്പോഴും അതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു സന്തോഷം, ഒരു പ്രതീക്ഷയെല്ലാം വേറൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അത്രയും ഇപ്രാവശ്യത്തെ യാത്രയിൽ വലിയൊരു വിഷമം തോന്നുന്നില്ല. കാരണം കുറേ നിൽക്കാൻ പറ്റി, എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ഇൻഷാ അള്ളാ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ഉണ്ട്. ആ സമയത്ത് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉറപ്പ് പറയുന്നില്ല, എല്ലാം പടച്ചോനല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ട്. അതുകൊണ്ടെല്ലാം പിന്നെ വലിയൊരു പ്രശ്നം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരോടായിട്ട് യാത്ര കഴിച്ചിട്ട് ഞങ്ങൾ കയറാണ് കേട്ടോ, ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. കഥ ഇവിടുന്ന് തൊട്ടിട്ട് മൊത്തത്തിൽ മാറി മറിയാനാണ് ഏട്ടാ. എന്താ പറയുക, നമ്മളെല്ലാം വീട്ടിൽ നിന്ന് സാധാരണ പോലെ തന്നെ വെയിറ്റൊക്കെ കറക്റ്റാക്കി വന്ന് ഇതുവരെ നമ്മൾ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് അതുവരെ വെയിറ്റിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. യുഎഇയിൽ നിന്ന് അങ്ങ് ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് അധികം കൂടാറുണ്ട്. ഒരു 5-10 കിലോൻ്റെയൊക്കെ പൈസ നമ്മൾ കൊടുത്തിട്ട് വരാറുമുണ്ട്. കാരണം ഒന്നും ഒഴിവാക്കാനുണ്ടാവില്ലല്ലോ, എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടല്ലേ. പക്ഷേ ഓരോ സമയത്ത് ഇവരുടെ കാര്യങ്ങൾ നമുക്ക് പറയാനേ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ, ഈ ഒരു ഭാഗം തൊട്ടിട്ട്. കാരണം പ്രത്യേകിച്ച് ഫാമിലീസ് ഒറ്റയ്ക്ക് വരുന്ന, കുറേ മക്കളെല്ലാം കൊണ്ട് ഒന്നിച്ച് ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ മക്കളെയൊക്കെ കൊണ്ട് വെയിറ്റ് മാക്സിമം ഒരു 2-3 കിലോ കുറക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് കുറച്ചിട്ട് കൊണ്ടുവരാൻ നോക്കുക. നമ്മളതിപ്പം വെയിറ്റ് കൂടുതലൊന്നുമില്ല, എല്ലാതും കറക്റ്റായിരുന്നു. പക്ഷേ നമ്മൾ ചില സമയത്ത് എല്ലാതും നമ്മളെ പെട്ടിയല്ല. അപ്പോൾ ഒരു പെട്ടിയെ ചിലപ്പോൾ 26 കിലോനും മറ്റേ പെട്ടിയിൽ 33-34 കിലോനൊക്കെ ആയിട്ട്, വലിയ പെട്ടിയാണെങ്കിൽ അങ്ങനെ അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടും എന്നിട്ട് എല്ലാം കൂടി ബാലൻസ് ടോട്ടലി ഈക്വൽ വെയിറ്റ് ആയിട്ടല്ലേ നമ്മൾ ചിലപ്പോൾ എടുക്കുക. അധികം പേരും അങ്ങനെ എടുക്കാറുള്ളത്, ഫാമിലി ആയിട്ട് പോകുന്നവർ. പക്ഷേ ഇപ്രാവശ്യം അവർ പറയുന്നത് അങ്ങനെയും പറ്റൂല. എല്ലാ പെട്ടിയിലും ഒരേപോലെ ബാലൻസ് ആവുന്ന രീതിയിൽ 30 അല്ലെങ്കിൽ 32 മാക്സിമം അങ്ങനെ വെച്ചിട്ട് കെട്ടണമെന്നുള്ളത്. അയ്യോ, അവിടുന്ന് പണി കിട്ടിയില്ലേ. എല്ലാതും അയച്ച് പിന്നെയും to Z അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റിയും തിരിച്ചും മറിച്ചൊക്കെ ചെയ്ത് എല്ലാ പെട്ടിയിലും ഒരേ രീതിയിലാക്കിയിട്ട് മാറ്റി. കാരണം നമ്മുടെ ടോട്ടൽ വെയിറ്റ് കറക്റ്റാണ്, എക്സ്ട്രാ ഒന്നുമില്ല.
പക്ഷേ ഈ ഒരു പ്രശ്നം കൊണ്ട് മാറ്റി. ഇതാണെങ്കിൽ നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ എടുക്കാറുമുണ്ട്. ഇതുവരെ ഇല്ലാതെ ഒരു റൂളാണ് ഇപ്രാവശ്യം വന്നത്. കാരണം ശരിക്കും ഈ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേട്ടാ. ഈ എയർലൈൻസിൻ്റെ ഓരോരോ റൂള് കാര്യങ്ങളൊന്നും നമുക്ക് മാറി മറിയുന്നത് സ്വപ്നത്തിൽ പോലും അറിയാൻ പറ്റൂല. കാരണം അവിടെ എത്തുമ്പോഴാണ് എല്ലാതും ഇവർ മാറ്റുക ഓരോ രീതിയിൽ. കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ പലതും ഇവർ പറഞ്ഞു നോക്കും. പക്ഷെ നമ്മളെന്തായാലും ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് തന്നെ ആയതുകൊണ്ട് തന്നെ വേറെ എക്സ്ട്രാ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ നിന്നിട്ടൊന്നുമില്ല. എല്ലാതും മാറ്റിമറിച്ച്. കാരണം നമുക്ക് അത്യാവശ്യം നല്ല സമയം ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും പേയ്മെൻറ്റ് വേണമെന്നുള്ള ചിന്താഗതിയിലാണ് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് നമ്മളും അങ്ങനെ എല്ലാതും എയർപോർട്ടിൽ നിന്ന് തന്നെ മാറ്റിമറിച്ച് സെറ്റാക്കി വെയിറ്റൊക്കെ ഓക്കെ ആയിട്ട് വീണ്ടും നമ്മൾ പോവുകയാണ് കേട്ടോ. ഇപ്രാവശ്യത്തെ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാക്കി. എല്ലാം അവിടുന്ന് പെട്ടി അയക്കലേ ഇനിയും വരാൻ പോകുന്നുണ്ട് കേട്ടോ. കാര്യങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളും മക്കളെല്ലാം കൊണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും കേട്ടോ ഇങ്ങനത്തെ കേസിലൊക്കെ. അതുകൊണ്ട് മാക്സിമം 2-3 കിലോന് ഓരോ പെട്ടിയിൽ കുറച്ചോ, എന്നാലും നിങ്ങൾക്ക് അത്രയും തലവേദന ഒഴിവാകും കേട്ടോ. അതുകൊണ്ട് പറയുന്നതാണ്. അങ്ങനത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു റൂൾ ഉണ്ടായിന്, ലാപ്ടോപ്പ് ബാഗ് തൂക്കുന്നു പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ബാഗിൻ്റെ പൈസ 5-6 കിലോന് എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടാണ് അങ്ങൊന്നും ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അത് പ്രശ്നമില്ല. എന്താണെന്ന് ഇവരത് നമുക്ക് തിരിയുന്ന തന്നെ ഇല്ല കേട്ടോ. എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇൻഡിഗോ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായ ഫ്ലൈറ്റ്. അങ്ങനെ ഇതാ നമ്മുടെ ബോർഡിംഗ് പാസ് കയ്യിൽ കെട്ടി സെക്യൂരിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൽ വന്നിരുന്ന കേട്ടോ. അപ്പോൾ നല്ല ടയേർഡായിരുന്നു. കാരണം ലഗേജ് അയക്കൽ, തുറക്കൽ, പൂട്ടൽ ഇതൊക്കെ ആയിട്ട് മൊത്തം എനർജിയും പോയല്ലോ. വീട്ടിൽ നിന്ന് ചായ കുടിച്ച് വന്നതെല്ലാം മൊത്തത്തിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ എന്തായാലും നല്ല നാടൻ പഴംപൊരിയും സാധനങ്ങളെല്ലാം കണ്ടു. പിന്നെ എയർപോർട്ടിലായതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. പക്ഷെ വിശപ്പ് മാറ്റാം, ദാഹം മാറ്റാം, അത്ര തന്നെയല്ലേ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ കഴിച്ച് ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് എത്തി. നമ്മളിനി ഉള്ളിലേക്ക് കയറാൻ കേട്ടോ. 8 മണിക്കാണ് ഫ്ലൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷേ 8-8:15 കേട്ടോ ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ. ഇൻഡിഗോ ആയതുകൊണ്ട് ടൈമിൻ്റെ കാര്യത്തിൽ ഇതുവരെ അൽഹംദുലില്ലാ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 1/4 മണിക്കൂർ മുന്നേ നേരത്തെ അല്ലെങ്കിൽ 1/4 മണിക്കൂർ കറക്റ്റ് ടൈം അങ്ങനെയൊക്കെ ആയിട്ട് എപ്പോഴും എത്തിക്കാറുണ്ട് കേട്ടോ. ടൈമിൻ്റെ കാര്യത്തിൽ ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാ സേഫായിട്ട്. പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യം കേട്ടോ. കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങളിപ്പം കണ്ടില്ലേ, ഗ്ലാസിൻ്റെ മുകളിൽ മഴ ഇല്ല. അല്ലോ, ഇനി നമ്മൾ മഴയെല്ലാം ഇപ്പം കാണുക എന്നുള്ള ചിന്തയിലായിരുന്നു പോയത്. ശരിക്കും അടിപൊളിയായിട്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഇപ്രാവശ്യം വന്ന സമയത്ത്. നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ നമ്മൾ ഫുജൈറയിലായിരുന്നു തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഫുജൈറ എയർപോർട്ടിലെത്തി ലഗേജൊക്കെ എടുത്ത് ഇനിയിപ്പോൾ ഇതാ ഇവിടുന്ന് ഒരു 8-ൻ്റെ പണി കിട്ടിയ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ലഗേജൊക്കെ നിങ്ങളിപ്പോൾ അയക്കുന്ന കാണുന്നില്ലേ, മൊത്തത്തിൽ ഒരു ലഗേജിൽ നമ്മൾ കുറച്ച് മെഡിസിൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷുമ്മുൻ്റെ ഫ്രണ്ടിന് ഒരു വയറുവേദനയോ അങ്ങനെ എന്തോ ആയിട്ട് ഒരു ആയുർവേദിക്കിൻ്റെ ഏതൊരു മെഡിസിൻ പറഞ്ഞിട്ട് നമ്മൾ കൊമ്പൗണ്ടർ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, അവരുടെ അടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് സ്കാനിങ്ങിൽ കണ്ടിട്ട് എന്തോ സംശയം തോന്നിയിട്ട് മൊത്തത്തിൽ അയപ്പിച്ച്. പക്ഷേ എന്താ സംഭവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആ ഗുളിക അവർ ചെക്ക് ചെയ്ത് അത് സ്ട്രിപ്സ് ആയിട്ടല്ല, ലൂസ് ഗുളികയാണ്, ആയുർവേദിക് ഗുളികയില്ലേ, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അവർക്ക് സംശയം തോന്നി, അവരത് എടുത്ത് കൊണ്ടുപോയി ആസിഡൊക്കെ ഒഴിച്ച് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ തിരിച്ചു വിട്ടത് കേട്ടോ. അങ്ങനെ അവിടുന്നും പെട്ടി അയച്ച് മൊത്തത്തിൽ പണിയായി. ഫുൾ ഇപ്രാവശ്യം അയക്കലും തുറക്കലും പൂട്ടലും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ആയുർവേദിക് മെഡിസിൻ കൊണ്ടുവരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, പ്രിസ്ക്രിപ്ഷനൊക്കെ എടുക്കുക. പിന്നെ നമ്മളതല്ലാതെ വേറൊരാളുടെ സാധനം ഒന്നും എടുക്കണ്ട കേട്ടോ. ആരും കൊണ്ടുപോകുന്നേരം അതൊരു ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ശരി, മെഡിസിൻസ് ആണെങ്കിലും ശരി, എല്ലാതും ആരും ഒന്നും എടുക്കണ്ട. അവരവരത് മാത്രം എടുത്തിട്ട് വരിക. ആരും ഒന്നും വിചാരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുക അവരെന്താ വിചാരിക്കുക എന്നുള്ളതല്ലേ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ന്യൂസിലൂടെയൊക്കെ അറിയുന്നതല്ലേ. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം കിട്ടിയില്ലെങ്കിൽ മതി നമ്മുടെ ജീവിതം തകരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരവരൊക്കെ അത് കാര്യങ്ങൾ മാത്രം എടുക്കുക, വരിക, പോവുക, അങ്ങനെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യണം. പക്ഷേ ഇതുപോലത്തെ യാത്രകളിലൊന്നും റിസ്ക് എടുക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ഫുജൈറ എയർപോർട്ടിലെത്തി. അങ്ങനെ ഷിയാവും ഷീപ്പൊക്കെ, അതായത് ഷുമ്മുൻ്റെ ബ്രദേഴ്സ് 2 കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹായ് ഓൾ.
ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമ്മുടെ നാട്ടിൽ നിന്ന് യു എയിലേക്ക് നമ്മൾ തിരിച്ച് വന്നു കേട്ടാ. അതിൻ്റെ കുറേ വ്ളോഗും പിന്നെ അതിൽ നമുക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വ്ളോഗ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഒന്ന് വീഡിയോ മൊത്തത്തിൽ കണ്ട് നോക്ക്. അതുപോലെ തന്നെ കുറേ പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അന്തേ നാട്ടിൽ പോയിട്ട് റെസിപ്പീസ് ഒന്നും കാണാനേ എന്നുള്ളത്. സത്യം പറയാലോ, മൊത്തം തിരക്കായിരുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് റെസിപ്പി വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ റെസ്റ്റേ ഉണ്ടായിട്ടില്ല. ഫുൾ എന്തെല്ലോ ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് റെസിപ്പീസ് ഒന്നും ഞാൻ ഇപ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടാ. പിന്നെ വേറെന്താണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയിൽ പകുതിക്ക് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ കുറേ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ കുറേ പേർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഓരോരോ നാട്ടിൽ പോയതിൻ്റെ തിരക്കിലായിട്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കുറേ പേര് ചോദിക്കാറുണ്ട്, പോയ സമയത്ത് ലീവ്സിൻ്റെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ പോയത്, അപ്പോൾ എന്താ അവളുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുക, ട്യൂഷൻ അയക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നാട്ടിൽ. അപ്പോൾ ഞാൻ നാട്ടിൽ ട്യൂഷൻ അയക്കുന്നില്ല. പക്ഷേ ഞാൻ ഓൺലൈനായിട്ട് ആൽബിഡോ ദ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ ട്യൂഷനില്ല, ഓൺലൈൻ ട്യൂഷൻ, അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടുന്ന് തന്നെ ഞാൻ മുന്നേ ചേർത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം അവരുടെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ എത്ര മാത്രം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പിന്നെ നാട്ടിൽ പോയ സമയത്ത് വലിയ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ആൽബിഡോ ദ എഡ്യൂക്കേറ്ററിൻ്റെ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഞാൻ വീഡിയോയിൽ പറയുന്നത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കോട്ടെ, എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകണ്ട, കാരണം എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ, ആർക്കായാലും. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ പോകുന്ന സമയത്ത് ലീവ്സിൻ്റെ ക്ലാസ് കാര്യങ്ങളിലും എക്സ്ട്രാ മിസ്സാകുന്നില്ലേ, അപ്പോൾ നാട്ടിൽ ട്യൂഷൻ അയക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇവിടെ യു എയിലുള്ളവരെ ഞാൻ തോന്നുന്നു കൂടുതൽ അയച്ചിട്ടുണ്ടായത്. അപ്പോൾ ലീവ്സിൻ്റെ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷനൊന്നും ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ആൽബിഡോ ദ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ ഓൺലൈൻ ട്യൂഷനില്ലേ, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഞാൻ അവളെ ചേർത്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ള സമയത്തേ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഓക്കെ ആണോ ഒരു 2 ആഴ്ചൻ്റെ മേലെ ക്ലാസ്സൊക്കെ ഓക്കെ ആണോ നോക്കിയിട്ട് നാട്ടിൽ ലീവിന് പോവുക ചെയ്തത്. കാരണം ഓക്കെയാണ്, പിന്നെ നാട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യാമല്ലോ, ഓൺലൈനാണല്ലോ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മക്കളെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിക്കോ കേട്ടോ. നല്ല ട്യൂഷനാണേ.